തുടങ്ങി പലപ്പോഴും പല കാര്യങ്ങളും. അപ്പോൾ എനിക്ക് മാത്രം ഒരു തരത്തിലുള്ള ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിഷമിച്ച് ഞാൻ ഓർത്തു എനിക്ക് വിശുദ്ധിയില്ല, എനിക്ക് ഒട്ടും വിശുദ്ധിയില്ലാത്തതുകൊണ്ട് മാതാവ് എനിക്ക് ഇതൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞു എനിക്ക് വിസ കിട്ടാൻ പോയില്ല, എല്ലാം പോയി, എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ എന്നാലും ഒരു പ്രതീക്ഷയിലേക്ക് നിന്നു. 7-ാം തീയതി ഈ മാസം 7 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 7-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒട്ടും കിട്ടത്തില്ല. എനിക്ക് എൻ്റെ വിസ രജിസ്റ്റർ നമ്പർ പ്രകാരം എനിക്ക് അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വിസ അപ്രൂവൽ അല്ലെങ്കിൽ റിജക്ഷന് ആ റീസൺ ഇങ്ങനെ വരുന്നതാണ്. എൻ്റെ മാത്രം പെൻഡിങ് കിടക്കുന്നത് എനിക്ക് കാണുന്നുണ്ട് ഓരോ പ്രാവശ്യം റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ. അങ്ങനെ 7-ാം തീയതി എനിക്ക് ടെൻഷൻ ഭയങ്കര കൂടി, ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ കാൻഡിഡേറ്റ് റിക്വസ്റ്റ് പ്രയർ റിക്വസ്റ്റ് ഞാൻ ഒരെണ്ണം എനിക്ക് ടെൻഷൻ കൂടിയപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തു. 8-ാം തീയതി എനിക്കത് റിക്വസ്റ്റ് അപ്രൂവൽ ആയതായിട്ട് എനിക്ക് കൃപാസനത്തിൽ നിന്നൊരു മെയിൽ എൻ്റെ ഇതിലേക്ക് മെയിൽ വന്നു. 9-ാം തീയതി എനിക്ക് റിക്വസ്റ്റ് അവിടെ വന്നു. 9-ാം തീയതി ആയപ്പം എനിക്ക് VFS നിന്ന് മെയിൽ വന്നു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അത് അപ്രൂവൽ ആണോ അല്ലയോ എന്ന് അറിയത്തില്ല, പക്ഷേ പ്രോസസ്സ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ടെൻഷനായി. പക്ഷേ ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ ഉണ്ട്. ഞാൻ പ്രാർത്ഥന സമയം പലരുടെയും ചോദിച്ചു. ഞാൻ എന്നിട്ട് മാതാവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ മാതാവിനെ മുറുക്കെ പിടിക്കാൻ തുടങ്ങി. കാരണം എനിക്കിനി ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി. കാരണം ജോലിയില്ല, തൊഴിലില്ല. അപ്പം ഞാൻ ചുറ്റും അത്രയും ലോണ് കാര്യങ്ങളുണ്ട്. അപ്പം മാത്രമല്ല അത്രയും പൈസ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഓപ്ഷൻ എനിക്ക് അറിയത്തില്ല, എൻ്റെ മുമ്പിൽ ഒന്നും ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ മാതാവിനോട് കൃത്യമായി, കാരണം ഇൻകംപ്ലീറ്റഡ് ആയ ഒരു ഡോക്യുമെൻറ്റും കൈ പിടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയം. അപ്പോൾ ഞാൻ മാതാവിനോട് കൃത്യമായിട്ട് പറഞ്ഞു, മാതാവ് എന്നെ രക്ഷിക്കാൻ മാതാവിന് സാധിക്കും, എന്നെ ഉണ്ണീശോട് മാതാവ് പറയണം, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്ക് പറഞ്ഞ് എനിക്കിത് ചെയ്തു തരണം പറഞ്ഞു. ഞാൻ എന്നിട്ട് 3 മണിക്ക് പ്രദക്ഷിണ പ്രാർത്ഥന ചില സമയത്ത് ചെല്ലിയിട്ടുണ്ട്. ഞാൻ അതുപോലെ 5:30 പ്രാർത്ഥന കരഞ്ഞ് ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന കരഞ്ഞുകൊണ്ട് ഞാൻ ചെല്ലിയ ശേഷം ഞാൻ വിസുർബാനയിൽ അത് 10-ാം തീയതി എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് വരും, ഫൈനൽ റിപ്പോർട്ട് വരും. അപ്പം ഞാൻ 10-ാം തീയതി നേരെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന ശേഷം എനിക്ക് തോന്നി പ്രദക്ഷിണ പ്രാർത്ഥന എടുത്ത് ചെല്ലാൻ തോന്നി. ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന എടുത്ത് ആ സമയത്ത് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജവമാല വരുന്നുണ്ട് തമ്മിലെ സൂചിച്ച് പ്രാർത്ഥിച്ച് ബൈബിളും വായിച്ച് ഏജൻസിയിൽ തുരിതര കോൾ വരുന്നുണ്ട്. വരുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് വിസ കിട്ടി, വിസ അപ്രൂവലാണ്, വിസ വന്നിട്ടുണ്ട് 100% എനിക്ക് ഉറപ്പായി. പക്ഷേ ഞാൻ തുറന്നു നോക്കിയില്ല. ഞാൻ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ബൈബിളും വായിച്ച ശേഷം മാത്രം പരിശുദ്ധ അമ്മയ്ക്ക് കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും നോക്കി ഉമ്മയും കൊടുത്തിട്ട് ആ ലോക്കറ്റിലൊരു ഉമ്മയും കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏജൻസിയിൽ നിന്ന് ഫോൺ